നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വിവാഹ തട്ടിപ്പിൽ പ്രതിശ്രുത വധുവായ എറണാകുളം കാഞ്ഞിരമറ്റം സ്വദേശി രേഷ്മ എന്ന 35 വയസ്സുകാരെ കുടുക്കിയത് പ്രതിശ്രുത വരനായ ആര്യനാട് പഞ്ചായത്ത് അംഗവും സുഹൃത്തായ മറ്റൊരു വാർഡ് അംഗവും ഭാര്യയും ചേർന്ന് നടത്തിയ നാടകീയ നീക്കമായിരുന്നു. യുവതിയുടെ ബാഗിൽ സൂക്ഷിച്ചിരുന്ന മുൻ വിവാഹങ്ങളുടെ രേഖകളാണ് നിർണായകമായത്. അതേസമയം യുവതിയെ ചോദ്യം ചെയ്തപ്പോൾ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. പഞ്ചായത്ത് അംഗവുമായുള്ള വിവാഹത്തിനായി കോട്ടയത്ത് നിന്ന് തിരുവനന്തപുരത്ത് എത്തിച്ച രേഷ്മ അടുത്ത മാസം വിവാഹം കഴിക്കാനിരുന്ന പ്രതിശ്രുത വരനായ യുവാവാണെന്ന വിവരമാണ് പുറത്തുവരുന്നത്. അതായത് മറ്റൊരു വിവാഹം കഴിക്കാൻ വധുവിനെ അല്ലെങ്കിൽ സ്വന്തം കാമുകിയെ കൊണ്ടെത്തിച്ചത് അടുത്ത മാസം വിവാഹം കഴിക്കാനിരുന്ന പ്രതിശ്രുത വരനായിരുന്നു എന്നുള്ളതാണ്. ഓൺലൈനിൽ വിവാഹ പരസ്യം നൽകിയും സിനിമയെ വെല്ലുന്ന കഥകൾ മെനഞ്ഞും വിവിധ ജില്ലകളിലായി 10 പേരെ വിവാഹം കഴിച്ചു മുങ്ങിയ യുവതിയുടെ കേസിലെ വിവരങ്ങൾ പുറത്തു വന്നപ്പോൾ പോലീസും ഞെട്ടി. എറണാകുളം കാഞ്ഞിരമറ്റം സ്വദേശിയും 2 വയസ്സുള്ള കുട്ടിയുടെ അമ്മയുമായ രേഷ്മയാണ് വിവാഹ തട്ടിപ്പിന് തൊട്ടു മുൻപ് ഇന്നലെ കുടുങ്ങിയത്. രാവിലെ വിവാഹത്തിനായി ആര്യനാട്ടെ ഓഡിറ്റോറിയത്തിലേക്ക് പോകാൻ നിന്ന രേഷ്മയെ പ്രതിശ്രുത വരനായ പഞ്ചായത്ത് അംഗത്തിന്റെ പരാതിയിൽ ആര്യനാട് പോലീസ് നാടകീയമായി അറസ്റ്റ് ചെയ്യുകയായിരുന്നു. വിവാഹത്തിന് തലേന്ന് ആര്യനാട്ടേക്ക് പോകാൻ രേഷ്മയെ വെമ്പായത്ത് എത്തിച്ചത് ഒരു യുവാവായിരുന്നു. അയാൾ ആരാണെന്ന ചോദ്യത്തിനുള്ള രേഷ്മയുടെ മറുപടി പോലീസിനെ അമ്പരപ്പിച്ചു. അടുത്ത മാസം ഞാൻ കല്യാണം കഴിക്കാൻ ഇരിക്കുന്നയാളാണെന്നായിരുന്നു ആ മറുപടി. ആര്യനാട്ടത്തെ ബന്ധു വീട്ടിൽ പോകുന്നു എന്നാണ് അവനോട് പറഞ്ഞിരുന്നത്. തന്റെ പ്രതിശ്രുത വധുവിനെ മറ്റൊരാളുമായുള്ള വിവാഹത്തിന് വേണ്ടിയാണ് താൻ കൊണ്ടുപോയത് എന്ന് അറിയാതെയായിരുന്നു യുവാവിന്റെ തിരുവനന്തപുരം യാത്ര. ഒടുവിൽ പ്രതിശ്രുത വധു വിവാഹ തട്ടിപ്പിന് പിടിയിലായപ്പോൾ യുവാവ് അന്തം വിട്ടു. മാത്രമല്ല 45 ദിവസം മുൻപ് വിവാഹം കഴിച്ചയാളെ കബളിപ്പിച്ചാണ് പഞ്ചായത്ത് അംഗവുമായുള്ള വിവാഹത്തിന് രേഷ്മ എത്തിയത്. അടുത്ത മാസം തിരുവനന്തപുരം സ്വദേശിയുമായി വിവാഹം നിശ്ചയിച്ചിരിക്കുകയായിരുന്നു. പോലീസിന്റെ വിശദമായ ചോദ്യം ചെയ്യലിനാണ് രേഷ്മയുടെ തട്ടിപ്പ് ഓരോന്നായി പുറത്തു വന്നത്. വിവാഹ തലേന്ന് ആര്യനാട്ടെത്തിയ രേഷ്മയെ സുഹൃത്തിന്റെ വീട്ടിലാണ് പഞ്ചായത്ത് അംഗമായ യുവാവ് താമസിപ്പിച്ചത്. രേഷ്മയുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയ പ്രതിശ്രുത വരനും ബന്ധുവും ഇവരുടെ ബാഗ് പരിശോധിച്ചതോടുകൂടിയാണ് തട്ടിപ്പ് പുറത്തായത്. വിവാഹ ദിവസം രാവിലെ രേഷ്മ ബ്യൂട്ടി പാർലറിൽ പോയ സമയത്ത് നടത്തിയ പരിശോധനയിൽ മുമ്പ് വിവാഹം കഴിച്ചതിന്റെ രേഖകൾ അടക്കം കണ്ടെത്തിയിരുന്നു. തുടർന്ന് പോലീസ് അറിയിക്കുകയായിരുന്നു. രേഷ്മ മുമ്പ് വിവാഹം കഴിച്ച 7 പേരുടെ വിവരങ്ങൾ പോലീസ് ശേഖരിച്ചു. സാമ്പത്തിക തട്ടിപ്പിലാണ് വിവാഹങ്ങൾ കഴിച്ചത് എന്നാണ് പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ മനസ്സിലായത്. കൂടുതൽ പേരെ തട്ടിപ്പ് നിരയാക്കിയിട്ടുണ്ടോ എന്നറിയാൻ വിശദമായി ചോദ്യം ചെയ്യും. 3 വർഷം മുമ്പ് നടന്ന വിവാഹത്തിലാണ് കുട്ടിയുള്ളത്. വിവാഹ പരസ്യം നൽകുന്ന ഗ്രൂപ്പിൽ പഞ്ചായത്ത് അംഗം രജിസ്റ്റർ ചെയ്തിരുന്നു. മെയ് 29-നാണ് ഇതിൽ നിന്നും ആദ്യ ഫോൺ കോൾ വന്നത്. യുവതിയുടെ അമ്മയാണ് എന്ന് ഒരു സ്ത്രീ സ്വയം പരിചയപ്പെടുത്തി. ജൂലൈ 5-ന് മകൾ യൂണിവേഴ്സിറ്റിയിൽ ഒരാവശ്യത്തിനായി വരുന്നുണ്ട് എന്ന് പറഞ്ഞു. തുടർന്ന് ഇവിടെ വെച്ച് ഇരുവരും കണ്ടുമുട്ടി. താൻ ദത്തെടുക്കപ്പെട്ട കുട്ടിയാണെന്നും അതുകൊണ്ട് അമ്മയ്ക്ക് ഈ വിവാഹത്തിന് താല്പര്യം കുറവുണ്ട് എന്നും രേഷ്മ യുവാവിനെ അറിയിച്ചിരുന്നു. അതോടെ രേഷ്മയെ വിവാഹം കഴിക്കാൻ തയ്യാറാണെന്ന് ഉറപ്പ് യുവാവ് നൽകുകയായിരുന്നു. പിന്നീട് വിവാഹത്തിന്റെ ഒരുക്കങ്ങളുമായി വെള്ളിയാഴ്ചയാണ് വിവാഹം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. 5-ാം തീയതി രേഷ്മയെ യുവാവ് കൂട്ടിക്കൊണ്ടുവന്ന് ഉഴമലയ്ക്കലുള്ള ഒരു വാർഡ് മെമ്പറുടെ വീട്ടിൽ താമസിപ്പിച്ചിരുന്നു. വിവാഹ ദിവസം രാവിലെ കുളി കഴിഞ്ഞ് തനിക്ക് ബ്യൂട്ടി പാർലറിൽ പോകണമെന്ന് പറഞ്ഞ് രേഷ്മ ഇറങ്ങി. വാർഡ് മെമ്പറുടെ ഭാര്യ കുളിമുറിയിൽ കയറിയപ്പോൾ രേഷ്മ കുളിച്ചതിന്റെ ലക്ഷണങ്ങളൊന്നും തന്നെ കണ്ടിരുന്നില്ല. തുടർന്ന് യുവതിക്ക് സംശയം തോന്നിയതോടുകൂടിയാണ് രേഷ്മയുടെ ബാഗ് പരിശോധിച്ചത്. അങ്ങനെയാണ് മുൻ വിവാഹങ്ങളുടെ സർട്ടിഫിക്കറ്റുകൾ കണ്ടെത്തിയത്. 45 ദിവസം മുൻപ് വിവാഹം കഴിച്ചതിന്റെ രേഖകൾ ബാഗിലുണ്ടായിരുന്നു. ഉടൻ തന്നെ പോലീസിന് വിവരം അറിയിക്കുകയായിരുന്നു. CI അജീഷ്, SI വേണു എന്നിവരും വനിതാ പോലീസ് ഉദ്യോഗസ്ഥരും ചേർന്ന് വിവാഹ ഓഡിറ്റോറിയത്തിലേക്ക് പോകാൻ നിന്ന രേഷ്മയെ നാടകീയമായി അറസ്റ്റ് ചെയ്തു. ചോദ്യം ചെയ്യലിലാണ് 12 വിവാഹങ്ങൾ കഴിച്ചതായി രേഷ്മ വെളിപ്പെടുത്തിയത്. ഇതിൽ ഒരു വിവാഹത്തിൽ രേഷ്മയ്ക്ക് ഒരു കുട്ടിയുമുണ്ട്. ആദ്യ വിവാഹമാണെന്ന് പറഞ്ഞാണ് രേഷ്മ മറ്റ് വിവാഹങ്ങൾ കഴിക്കാറുള്ളത്. വരനെ കൊണ്ട് വിവാഹത്തിന് മുൻപ് തന്നെ സ്വർണവും വസ്ത്രങ്ങളും വാങ്ങിപ്പിക്കുന്നുണ്ടായിരുന്നു ഇരുവരും. ഇവരുടെ രീതിയും അങ്ങനെ തന്നെയായിരുന്നു. തുടർന്ന് ഈ പണവും വസ്ത്രങ്ങളും കല്യാണ ആവശ്യത്തിനുള്ള പണവും കൈക്കലാക്കി വിവാഹ പിറ്റേന്ന് തന്നെ മുങ്ങും. യുവതി നിരവധി പേരെ ഇത്തരത്തിൽ വിവാഹം കഴിച്ചു കടന്നു കളഞ്ഞിട്ടുണ്ടെന്നും കണ്ടെത്തിയിട്ടുണ്ട്.